അടുത്തതായി അശോക് ലൈലാൻഡിൻ്റെ ഒരു ടെക്നിക്കൽ വ്യൂ ആണ് അറിയേണ്ടത്. നമുക്ക് ഒരു ന്യൂസ് ഷെയർ ചെയ്യാനുള്ളത്, കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഹിന്ദുജ ലൈലാൻഡ് ഫിനാൻസ് ഒക്കെ ആയിട്ട് ഒരു മെർജിങ്ങിനുള്ള സാധ്യത ഇപ്പോഴുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ന്യൂസ് ഉണ്ടായിരുന്നു. എന്തായാലും കമ്പനി അത് ഡിനേ ചെയ്തിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു മെർജിങ് കമ്പനിയുടെ പ്ലാനിലില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു ചാർട്ട് നോക്കാം. ഓവറോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏപ്രിൽ മുതൽ നോക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഒരു നേട്ടം രേഖപ്പെടുത്താൻ കൂടുതൽ മാസങ്ങളിലും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒരു നേട്ടം നോക്കുമ്പോൾ ഏപ്രിലിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 60% മുകളിലേക്ക് നേട്ടം രേഖപ്പെടുത്തുന്നു. ഈ മാസം ഒരു ഓൾ ടൈം ഹൈ പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഹരിയിലും എനിക്ക് ചോദിക്കാനുള്ളത്, ഷോർട്ട് ടൈമിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ അതോ അതിനുശേഷം പിന്നീട് ഒരു ബുൾ റാലി തുടരാനുള്ള സാധ്യതയാണോ ഉള്ളത്? വിഷ്ണു, ലാസ്റ്റ് ഡേ നമ്മൾ റിസർച്ച് ഡെസ്കിൽ നിന്നും ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻ്റ് ആയിരുന്നു ലാസ്റ്റ് ഡേ ക്യാനിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 11th നവംബറിലാണ് ഒരു പ്രോപ്പർ ബ്രേക്ക്ഔട്ട് ക്യാനിൽ ഫോം ചെയ്തത്. അതിനുശേഷം ആ ഒരു സോണ് 144 എന്ന സോൺ ഒരു റീടെസ്റ്റ് സോണായി ആക്ട് ചെയ്തതിനെ തുടർന്ന് കണ്ടിന്യൂസ് അപ്സൈഡ് റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായത്. ലാസ്റ്റ് ഡേ ഒരു നല്ലൊരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് വിത്ത് ഹൈ വോളിയം ആക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നൊരു ഇൻസൈഡ് ക്യാനിലാണ് ഏകദേശം 0.91% ഒരു നേരിയ തോതിലുള്ള ഇടിവാണെങ്കിൽ പോലും ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോ മേഖലയിലെല്ലാം ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും 144 എന്നത് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം നിയർ ടേം ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസുമാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.